നമസ്കാരം, അഞ്ജസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ ഡിസ്കഷൻ സെഷൻ ആണ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഡേറ്റ് വന്നവർക്ക് ഇച്ചിരി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാം, അതുപോലെ പുതുതായി വന്നവർക്ക് കൂടി അവസരങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് കരുതിയത്. അപ്പൊ ഡേറ്റ് വന്ന കുറച്ച് പേര് ഇതുവരെയും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. രേഷ്മ ടീച്ചറൊക്കെ ജോയിൻ ആയി. ഡേറ്റ് വന്നതുകൊണ്ടാണോ താമസിച്ചേ രേഷ്മ ടീച്ചറെ? ഓക്കെ, എങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഡേറ്റ് വന്നവർക്ക് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പുറത്തേക്ക് പോകാം എന്നാ കരുതിയത്. നിങ്ങളുടെ മോക്ക് എന്ന് വേണം എന്നുള്ളത് ഡേറ്റ് എടുത്തിട്ട് പറയണം കേട്ടോ. 25, 27 രണ്ടുപേർക്കും ഒരു ദിവസമായിരിക്കും. സരിത ടീച്ചറും രേഷ്മ ടീച്ചറും കൂടി ആലോചിച്ചിട്ട് ഒരു ഡേറ്റ് എത്രയും വേഗം അറിയിക്കുക. ഓക്കെ, രേഷ്മ ടീച്ചറുടെ സബ്ജക്ട് ഏതാണ്? കെമിസ്ട്രി. ഓൺ ചെയ്തോളൂ ടീച്ചറെ. ടീച്ചറെ, കെമിസ്ട്രി നിത്യജീവിതത്തിൽ എന്നൊക്കെ ഉള്ള ടോപ്പിക് ഒക്കെ നോക്കിക്കഴിഞ്ഞോ? നോക്കിയിട്ടുണ്ടോ? നോക്കണം. കാര്യം അത് പണ്ട് മുതലേ കഴിഞ്ഞ ഇന്റർവ്യൂവിനും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് നിത്യജീവിതത്തിലെ കെമിസ്ട്രിയെ കുറിച്ച്. അപ്പൊ ഇപ്പോഴത്തെ ഇന്റർവ്യൂവിന്റെ ക്വസ്റ്റ്യൻസ് വന്നപ്പോഴും അതിനകത്ത് അടുക്കളയിലെ കെമിസ്ട്രിയെ കുറിച്ചൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കെമിസ്ട്രി എടുത്തവരോട് നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നു. അവരൊക്കെ ഒരുപാട് കഴിഞ്ഞ മോക്ക് ഇന്റർവ്യൂസിന്റെ വീഡിയോസ് ഒക്കെ ടീച്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തുണ്ട്. കെമിസ്ട്രി എടുത്ത ടീച്ചേഴ്സ് അതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കി വെച്ചിരിക്കുക. അപ്പൊ അതില് പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ മുമ്പ് നേരത്തെ ഒരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ കോവിഡ് സമയത്തൊക്കെ, കെമിസ്ട്രി സയൻസ് രസതന്ത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്താണ് വീടൊരു വിദ്യാലയോ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം വീട്ടിനകത്തുള്ള ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അത് കെമിസ്ട്രി മാത്രമല്ല ഗണിതവും ഒക്കെ. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചൊരു ഇമ്പോർട്ടൻസിൽ നോക്കുക കെമിസ്ട്രി ആയതുകൊണ്ട്. പിന്നെ ലഘു പരീക്ഷണങ്ങൾ ചോദിച്ചാൽ പറയത്തക്ക രീതിയിൽ ഒന്ന് പ്രിപ്പയർഡ് ആവുക. അതുപോലെ പാഠപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ ജസ്റ്റ് കെമിസ്ട്രി റിലേറ്റഡ് നോക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടീച്ചറിനോടുള്ള ആദ്യത്തെ ചോദ്യം, ടീച്ചർ ജോയിൻ ചെയ്യാൻ പോകുന്ന സ്കൂളില് ഇപ്പോ UP സ്കൂളാണ്, 5ാം ക്ലാസ്, 5, 6, 7 ക്ലാസ്സുകൾ അല്ലെ. ഈ ക്ലാസ്സുകളില് ടീച്ചർ പൊതുവായി കണ്ടപ്പോ കുട്ടികളില് ഭാഷാപരമായിട്ടെല്ലാം പിന്നിലേക്കാണ് നിൽക്കുന്നത്. ടീച്ചറിന്റെ സബ്ജക്ട് സയൻസ് ആണെങ്കിൽ കൂടി ഏതൊരു ഭാഷ പഠിപ്പിക്കണമെങ്കിലും അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഭാഷ, അതായത് അവര് ബോധന മാധ്യമമായിട്ട് ആ കുട്ടികൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഷ ഏതാണോ അതിൽ അവർക്കൊരു അടിസ്ഥാനം ഉറയ്ക്കണം. മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും ഒക്കെ കുട്ടികൾ വളരെ പിന്നോട്ടാണ് എന്ന് കണ്ടാൽ ടീച്ചറിന്റെ ആദ്യ നടപടി എന്തായിരിക്കും? കേരള സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് മുന്നേ കൊണ്ടുവന്നതാണ് മലയാള തിളക്കം എന്ന് പറഞ്ഞിട്ട്. ആ പദ്ധതിയൊക്കെ സ്കൂളിൽ നല്ല രീതിയിൽ നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. മറ്റ് ടീച്ചേഴ്സിനോട് അതിനെ കുറിച്ച് ചോദിക്കും. എങ്ങനെയാണ് ഇപ്പൊ ആ പദ്ധതിയൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ. അതുപോലെ എന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അവരെ കൊണ്ട് കൂടുതൽ മലയാളം കൂടുതൽ നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ വായിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, കുഞ്ഞ് അവിടെ എന്തോ ചെയ്തോട്ടെ, അതേക്കുറിച്ച് ബോധേഡാകാതെ ആലോചിച്ച് ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായിട്ട് മറുപടി പറഞ്ഞേ. നമ്മുടെ മുന്നിൽ അധിക സമയമില്ല. ഉള്ള ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടന്റ് ഉൾപ്പെടുത്തി പറയണ്ടേ. അപ്പൊ അതിന്റെ ആദ്യത്തെ ഫോൾട്ട് തന്നെ പറയട്ടെ, നമ്മള് ടീച്ചേഴ്സിനോട് അന്വേഷിക്കുന്നു മലയാള തിളക്കമൊക്കെ നന്നായിട്ട് അവിടെ നടക്കുന്നുണ്ടോ, പദ്ധതി നടപ്പിലാക്കുന്നുണ്ടോ, അതിന്റെ ആവശ്യമുണ്ടോ? കാരണം നമുക്ക് ബോധ്യമായിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ ഉറപ്പായിട്ടും ഭാഷയിൽ എപ്പോഴും മുന്നിലേക്ക് വന്നേനെ അല്ലേ.
അപ്പൊ അതല്ല, ടീച്ചർ എന്ന നിലയിൽ എന്താണ് രേഷ്മ ടീച്ചർ എന്താണ് എന്തൊക്കെയാണ് ചെയ്യുക, അതിൽ ഈ പറഞ്ഞതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ആ ഫസ്റ്റിലെ അവതരണം തന്നെ ഒരു ഒഴിവ് കഴിവ് പോലെ ആയി പോകരുത് കേട്ടോ. ഒന്നുകൂടി പറഞ്ഞോളൂ കേട്ടോ. പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ടേ. ക്ലാസ് ആണ്. എന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് മലയാളം നന്നായി സംസാരിക്കാൻ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ വായിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എന്നും പത്രം വായന പ്രോത്സാഹിപ്പിക്കും. അതുപോലെ സ്കൂൾ ലൈബ്രറിയിൽ നിന്നും ബുക്സ് എടുക്കാനും അത് ക്ലാസ്സിൽ കൊണ്ടുവന്നും വീട്ടിൽ കൊണ്ടുപോയിട്ടും വായിക്കണം എന്ന് അവരോട് നിർദ്ദേശിക്കും. അതിനുള്ള അവസരങ്ങൾ ഞാൻ ഉണ്ടാക്കും. കുട്ടികളെ അവിടെ ലൈബ്രറിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സമയമൊക്കെ കണ്ടെത്തി അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയും ബുക്സ് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ അവരെ കൊണ്ട് എടുപ്പിക്കുകയും പിന്നെ എന്നും ക്ലാസ്സിൽ ഒരു 10 മിനിറ്റ് പത്രവായന അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. പിന്നെ അസംബ്ലിയിലും ഇങ്ങനെ കുട്ടികളെ കൊണ്ട് പത്രം വായിപ്പിക്കണം എന്നുള്ള ശീലം ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞാൻ മറ്റധ്യാപകരോട് നിർദ്ദേശിക്കും. ടീച്ചറെ അത് വായനയല്ലേ ആയോളൂ ടീച്ചറെ? സുസ്മിത ടീച്ചറെ കേൾക്കുന്നില്ല. ടീച്ചറെ അത് വായനയായോളൂ കൂടുതലും. സുസ്മിത ടീച്ചർ ഉണ്ടോ? അല്ല, സരിത ടീച്ചർ. ഈ ക്വസ്റ്റ്യൻ തന്നെ ടീച്ചർ ഒന്ന് അറ്റൻഡ് ചെയ്തേ. രശ്മി ടീച്ചറെ വീഡിയോ ഓഫ് ചെയ്തോ? കേക്കാം. ക്ലാസ്സിലെ കുട്ടികളുടെ വായനാശീലം വളർത്തുന്നതിനാണ് ആദ്യത്തെ ക്ലാസ്സുകളിൽ കുട്ടികളെ പല ഗ്രൂപ്പുകളായി തിരിക്കുകയും അവർക്ക് ഇഷ്ടപ്പെട്ട ബുക്കുകൾ, കുട്ടി കവിതകൾ, കഥകൾ, അപ്പൊ ഞാൻ തന്നെ ആദ്യം അവർക്ക് കൊടുക്കും. അങ്ങനെ ആ കവിതകളുടെ ആ സൗകര്യത്തെ പറ്റിയൊക്കെ അവർക്ക് ഒന്ന് വായിച്ചു കൊടുത്ത ശേഷം. ടീച്ചറെ, ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? മതി 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 മതി. ചോദിച്ച ചോദ്യം എന്താണ്? ആരാണ് ആൻസർ പറയുക? കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞേ. വേറൊരാള് ആർക്കും ആകാം, വേഗം വേണം, നമുക്ക് സമയമില്ല. വേറൊരാളെന്ന് പറയുന്നത് അവസരങ്ങൾ ഞാനായിട്ട് തരാതെ ആരാണ് ഏറ്റെടുത്ത് ചെയ്യുന്നതെന്ന് അറിയാനാണ്. മറുപടി പറയാം. ആദ്യമേ ക്ലാസ്സിലെ കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കും. അതായത് എഴുത്തിലാണോ വായനയിലാണോ എവിടെയാണ് അവർക്ക് ഭാഷ നേരെ ഉപയോഗിക്കാൻ കഴിയാത്തതെന്ന് ആദ്യം മനസ്സിലാക്കും. അപ്പം അവരിലെ എഴുത്തിലും വായനയിലും പ്രശ്നമുണ്ട് എങ്കിൽ ആ ക്ലാസ് മുറിയിൽ തന്നെ സഹവർത്തിത പഠനവും നടത്തി കുട്ടികളെ വായിക്കാണെങ്കിൽ ആ ഗ്രൂപ്പില് അറിയാവുന്ന കുട്ടികളെ കൊണ്ട് നല്ല പാഠഭാഗങ്ങൾ വായിച്ചു കൊടുക്കുകയും, അല്ലെങ്കിൽ എഴുത്തില് പ്രശ്നമുണ്ട് എങ്കിൽ ആ ക്ലാസ് മുറിയിൽ തന്നെ അവർ പരസ്പരം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതുകയും കുറിപ്പുകൾ തയ്യാറാക്കുകയും തുടങ്ങിയ ഓരോ പദ്ധതികളൊക്കെ നടത്തി അവരെ എഴുത്ത് മാക്സിമം നല്ലതാക്കാൻ നോക്കും. പിന്നെ മലയാളത്തിലൊപ്പം പദ്ധതി ഉപയോഗിച്ച് കുട്ടികളുടെ ഭാഷയിലുള്ള പോരായ്മകൾ പരിഹരിക്കാൻ ശ്രമിക്കും. പറഞ്ഞതൊക്കെ നല്ലതാണ്. ഒന്നും കൂടി ഒന്ന് അടുക്കി വെക്കണം. ആദ്യം നടത്തേണ്ടത് അവസാനം, അവസാനം പറയേണ്ടത് ആദ്യവും പറയരുത്. അപ്പോ ഭാഷാപരമായിട്ട് കുട്ടികൾ പിന്നോക്കാവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞു ബോധന മാധ്യമങ്ങളിൽ ചിലര് മലയാളത്തിലായാലും മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളും ഉണ്ട്. ഞാൻ പൊതുവായി പറഞ്ഞപ്പോൾ 2 ഭാഷകളും അവിടെ വന്നു. 2 പദ്ധതികളും നിങ്ങൾ ടച്ച് ചെയ്യുമെന്നാണ് ഞാനപ്പോൾ കരുതുന്നത്. അപ്പോ ഭാഷാപരമായ കുട്ടികൾ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിൽ അക്ഷരം ഉണ്ടാകും, വാക്കുകൾ തിരിച്ചറിയാൻ ചില കുഞ്ഞുങ്ങൾക്ക് ചിഹ്നങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട്, അതുപോലെ വായിച്ച് ഒഴുക്കോടെ വായിക്കാൻ ബുദ്ധിമുട്ട്. ഇതൊരു സ്കൂളിൽ പൊതുവായി കാണുന്നുണ്ടെങ്കിൽ അവിടുത്തെ വിദ്യാഭ്യാസ ഗുണനിലവാരത്തിൽ എന്തൊക്കെയോ പോരായ്മകൾ ഉണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് മുൻകാലങ്ങളിൽ പ്രാവർത്തികമാക്കിയിരുന്ന മലയാളത്തിലൊക്കെ ഹലോ ഇംഗ്ലീഷും ഒക്കെ നമുക്ക് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. മലയാളത്തിലക്കത്തിന്റെ ഭാഗമായി കിട്ടിയ റീഡിംഗ് കാർഡുകളും ഹാൻഡ് ബുക്കുകളും എല്ലാം എല്ലാ സ്കൂളുകളിലും ലഭ്യമാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ആ സ്കൂളിൽ നടപ്പിലാക്കും. ഇതിനായി സമയം കണ്ടെത്തുക. സ്കൂൾ സമയത്തിന് മുൻപും സ്കൂൾ സമയത്തിന് ശേഷവുമുള്ള സമയവും
അതുപോലെ ഉച്ചയ്ക്ക് ഇന്റർവെൽ ടൈം, ഇങ്ങനെയുള്ള സമയങ്ങളായിരിക്കും, അധിക സമയങ്ങളായിരിക്കും തിരഞ്ഞെടുക്കുക. അത് തന്നെ കുട്ടികൾക്ക് പഠനമാണ് നടക്കുന്നത് എന്ന് തോന്നാത്ത രീതിയിൽ, അതായത് കുട്ടികളുടെ കളിക്കാൻ വേണ്ട സമയമാണ് നമ്മൾ ഈ അപഹരിച്ചെടുക്കുന്നത്. അപ്പൊ ഈ സമയം അവർക്ക് കുറച്ചുകൂടി ആസ്വാദ്യകരമാകുന്ന തരത്തിലായിരിക്കും ക്ലാസ്സുകൾ നടപ്പിലാക്കുക. മലയാള തിലക്കത്തിന്റെയും ഹലോ ഇംഗ്ലീഷിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ അത്തരത്തിൽ തന്നെയാണ് ഓൾറെഡി സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. അതുപോലെ ഇംഗ്ലീഷ്, ഹലോ ഇംഗ്ലീഷ് പദ്ധതിയുടെ ഭാഗമായിട്ടും ഇത്തരത്തിലുള്ള റീഡിംഗ് കാർഡുകൾ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ചെറിയ വാക്കുകളുണ്ട്. എവിടെയാണോ പ്രശ്നം അതിനനുസരിച്ച് ഗ്രൂപ്പുകൾ തിരിച്ച് അക്ഷരങ്ങൾ അറിയാത്ത കുട്ടികളെ അക്ഷരം മുതൽ, മിക്കവാറും UP തലത്തിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് ആണെങ്കിൽ അക്ഷരം അറിയാം, A to Z വരെ എല്ലാ കുട്ടികൾക്കും അറിയാം. ഉച്ചാരണം അനുസരിച്ച് അവയെ കൺസ്ട്രക്ട് ചെയ്യുന്നിടത്താണ് കുട്ടികൾക്ക് പിഴവുകൾ പറ്റുന്നത്. ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം എനിക്ക് ഇപ്പൊ നേരിട്ട ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാനത് ചോദിക്കുന്നത്. പല സ്കൂളുകളിലും പലയിടത്തും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് അനുഭവപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. മേഘ ടീച്ചറെ, അടുത്ത ചോദ്യം ടീച്ചറോടാണ്. ഇത്തരം അനുഭവങ്ങൾ ടീച്ചറിന് ഉണ്ടായിട്ടുണ്ടോ? പുതിയ സ്കൂളാണ്, പുതിയ ഇടമാണ്. ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. എനിക്ക് ഞങ്ങൾക്കൊരു അനുഭവം നേരിട്ടിട്ടുണ്ടായിരുന്നു. 7ാം ക്ലാസ്സിലാണ് നേരിട്ടത്. അപ്പൊ ഞാന് രണ്ട് കുട്ടികൾക്കാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും അവരോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. അപ്പൊ അതിനുശേഷം അവരെന്താണ് ബുദ്ധിമുട്ട് എന്നോടൊന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒട്ടും വായിക്കാൻ അറിയില്ല എന്നല്ല, പക്ഷെ ചില വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് മാത്രമേ അവർക്ക് വായിക്കാൻ അറിയുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടേറിയ പദങ്ങൾ വരുമ്പോ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പൊ നിലവിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, എന്നും കുറച്ച് വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അത്യാവശ്യം വായിക്കുന്ന കുട്ടികൾ ക്ലാസ് റൂമുകളിലുണ്ട്, അവരോട് സഹായം ചോദിക്കണം എന്നും, കൂടാതെ സംശയം വരുമ്പോൾ ടീച്ചറോട് സഹായം ചോദിക്കണം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടാതെ ഞാൻ സമഗ്ര വെബ്സൈറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് റീഡിംഗ് കാർഡുകളൊക്കെ നിലവിൽ ലഭ്യമാണ്. അപ്പൊ അടുത്തതായിട്ട് എനിക്ക് അത് കുട്ടികൾക്ക് കൊടുക്കാനാണ് ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത്. ടീച്ചർ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അത് കുറച്ചുകൂടി വേഗത്തിൽ പറയാൻ പറ്റണേ, സ്പീഡിന്. ആലോചിച്ചെടുക്കുന്ന പോലെ എഴഞ്ഞു തന്നെ സംസാരിക്കുന്നു. അപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന കാര്യമാണോ എന്ന് കേൾക്കുന്നവർക്ക് തോന്നും, ഇത് ചെയ്തോണ്ടിരിക്കുന്ന കാര്യമല്ലേ, അതോ വെറുതെ പറയുകയാണോ എന്നിങ്ങനെ തോന്നിപ്പോകും. നമ്മളുടെ ശൈലിയുടെയാണ്. അപ്പൊ അതിലൊന്ന് മാറ്റം വരുത്തണം കേട്ടോ. ഞാൻ വീണ്ടും അത് ഓർമ്മിപ്പിക്കുക. ഓക്കെ. അപ്പൊ ഈ അത്തരം കുട്ടികൾക്ക് നമ്മൾ പിയർ ഗ്രൂപ്പിന്റെ സഹായം കൊടുക്കുന്നതിനോടൊപ്പം ടീച്ചറായിട്ട് എന്തെങ്കിലും ടൈം കണ്ടെത്തണ്ടേ? അപ്പൊ എക്സ്ട്രാ ടൈം കണ്ടെത്തണം. ആ ടൈമിൽ ഒരു ദിവസം ഒരു 5 കാര്യം പഠിപ്പിച്ചാൽ മതിയാകും. ഒരു 5 പുതിയ വാക്കോ 6 പുതിയ വാക്കോ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കൂ. അത് അപ്പൊ തന്നെ അവർ ശരിയാക്കത്തക്ക രീതിയിലുള്ള ചെറിയ വാക്കുകൾ കൊടുത്ത് തുടങ്ങണം. അതിൽ നമ്മൾ ടിക്ക് ചെയ്ത് വെരി ഗുഡ് ഒക്കെ ഇടുമ്പോൾ അവർക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. ഞാൻ 8:45 8:30 കഴിയുമ്പോൾ ഞാൻ സ്കൂളിലെത്തുമ്പോ, അപ്പൊ ആ സ്കൂളിൽ ഇതുപോലെ ഹൈസ്കൂളാണ്. അപ്പോൾ 5 മുതലുള്ള മക്കളുണ്ട്, UP ഹൈസ്കൂളും ആണ്. അപ്പം ക്ലാസ് നോക്കാതെ ഒരു ക്ലാസ് റൂമിലേക്ക് എല്ലാ കുട്ടികളും വരികയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ട്രിപ്പിലൊക്കെ കുറെ മക്കൾ വരും, പിന്നെ നടന്നു വരുന്നവർ. ഇപ്പൊ എല്ലാവരും നേരത്തെ വരും. കാര്യം അവർക്ക് ഈ ടിക്കും ഈ വെരി ഗുഡും 5-ൽ 5 മാർക്കും ഒക്കെ കിട്ടുന്നത് വലിയൊരു കാര്യമാണ്. അവരെ ആരും അംഗീകരിക്കാൻ ഇല്ല എന്ന് തോന്നുന്നിടത്ത് നമ്മൾ കൊടുക്കുന്ന അംഗീകാരം, അവിടെ ടീച്ചേഴ്സ് ഇടുന്ന എഫേർട്ട് മാത്രമേ ആ കുഞ്ഞുങ്ങൾക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എല്ലാ ടീച്ചേഴ്സും വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ ഇതിന്റെ ഇപ്പൊ ഈ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ മക്കളെല്ലാം കളഞ്ഞിട്ട് വീണ്ടും വരികയാണ്. 2 മാസം കൊണ്ട് എല്ലാം മറന്നിട്ട് വരികയാണ്. അപ്പോ അവിടെ വീടുകളിൽ നോക്കാനൊന്നും പറ്റാത്തത് കൊണ്ടും ഒക്കെ കുഞ്ഞുങ്ങൾ വീണ്ടും എല്ലാം മറന്നിട്ട് വരുമ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തില് ഒരു ദിവസം ആദ്യം 5 എന്നുള്ള ഒരു എണ്ണം വെച്ച് തുടങ്ങിയിട്ട് അവരുടെ കാലിബർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടാം. വാക്കുകളായാലും അതുപോലെ അതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് പോലെ സെന്റൻസുകൾ കൊടുക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള സെന്റൻസുകളോ അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻസോ ഒന്നും അവർക്ക് അറിയില്ല. അപ്പൊ ഇതെല്ലാം
പഠിപ്പിക്കുകയാണ്. അതിൽ ക്ലാസ്സിൽ ലെവലും ഒന്നുമില്ല, എല്ലാ ക്ലാസ്സിലും ഒരേപോലെ നമ്മളിത് പഠിപ്പിക്കുക. അപ്പം അതുപോലെ ഇപ്പം മലയാളം അധ്യാപകർക്ക് അപ്പം മലയാളം അതുപോലെ ചെറിയ വാക്കുകളും വാക്യങ്ങളും അവരെ കൊണ്ട് പറ്റുന്നത് നമുക്ക് കൊടുക്കണം. ഇപ്പൊ ചിഹ്നങ്ങൾ ആവർത്തിച്ച് വരുന്ന മലയാളം വാക്കുകൾ കൊടുത്തിട്ട് അത് വെച്ചിട്ടുള്ള റീഡിങ് കാർഡുകൾ നമ്മൾ സ്വന്തമായിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി പരിചയപ്പെടുത്തി കൊണ്ടുപോകണം. അപ്പൊ ഇതിന് സമയം കണ്ടെത്തണം. സ്കൂൾ ടൈമിന് മുമ്പും സ്കൂൾ ടൈമിന് ശേഷവും ഒക്കെയുള്ള ടൈം ഇതുപോലെ നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങേണ്ടി വരും, നമ്മുടെ പലതും മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെ ടീച്ചർ പറഞ്ഞ പോലെ ആ റീഡിങ് കാർഡുകൾ സ്കൂളിൽ ഇല്ലെങ്കിൽ അത് കോപ്പി എടുത്തൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ടീച്ചർ വരച്ച് ചിത്രം നന്നായി വരച്ചും എഴുതിയും ഒക്കെ കൊടുത്താലും മതി. ഏറ്റവും നമ്മൾ ലോ കോസ്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കിയാൽ മതി. അത് വരയ്ക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ പഠനത്തിൽ പിന്നോക്കാവസ്ഥ നിൽക്കുന്ന കുട്ടികളിൽ തന്നെ വരയ്ക്കുന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ നമുക്കത് ചെയ്യിപ്പിക്കാം. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരെ കൊണ്ട് എഴുതിപ്പിക്കാം. അത് അവർക്കൊരു ആക്ടിവിറ്റി കൂടി ആകും. ഓക്കെ, ശരി. സരിത ടീച്ചറെ ഇപ്പൊ മനസ്സിലായോ? സരിത ടീച്ചറെ ഓക്കെ ആയോ? രേഷ്മ ടീച്ചറെ ഓക്കെ ആയോ? പറഞ്ഞതിൽ തെറ്റുണ്ടെന്നല്ല, നമ്മൾ ബേസിക് തൊട്ട് നിങ്ങളും പറഞ്ഞു വരുമ്പോൾ അതിനകത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരുന്നു. അതൊന്നുകൂടി അടുക്കും ചിട്ടയിലും അവതരിപ്പിക്കേണ്ടി വരുന്നു. ക്വസ്റ്റ്യൻ നന്നായി കേട്ടിട്ട് മാത്രമേ ആൻസർ പറയാവൂ. ഓക്കെ അല്ലേ? ആ, റെജീന ടീച്ചർ വന്നു, ഡേറ്റ് വന്നതുകൊണ്ട് ആള് വന്നു അല്ലേ? റെജീന ടീച്ചറെ വീഡിയോ ഓൺ ചെയ്തോളൂ. ആ, ടീച്ചറിന്റെ സബ്ജക്ട് മാത്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഗണിതാശയം നേടിയെടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരാം. ആ, കൊള്ളാം, ശരി. ഒന്നും പറയാനില്ല, അത് ഈ സമയം നോക്കി പോയേക്കാം. ആ, ശരി ശരി, സമയം നോക്കി പോയേക്കാണെന്ന്. ആ ശരി ടീച്ചറെ, ശരി, ടൈമില്ല. നന്ദൻ ടീച്ചറെ വീഡിയോ ഓൺ ചെയ്തോ. ആ ടീച്ചറെ, ടീച്ചറിന്റെ സബ്ജക്ട് സുവോളജി, ബയോളജിയാണ്. അപ്പോ ടീച്ചറിന്റെ സബ്ജക്ട് ബയോളജിയാണ്. ആ സ്കൂളില് ടീച്ചർ പോകുന്ന സ്കൂളില് ടീച്ചറിന്റെ ഇഷ്ടങ്ങളെ കുട്ടികളിലേക്ക് എത്തിക്കത്തക്ക രീതിയിൽ, അതായത് ടീച്ചർ പഠിപ്പിക്കുന്ന ഈ ഒരു വിഷയത്തെ കുട്ടികൾ ഇഷ്ടപ്പെടണമല്ലോ. അപ്പൊ അത്തരത്തിൽ ടീച്ചർ എന്തൊക്കെ പ്രവർത്തനങ്ങളായിരിക്കും ആസൂത്രണം ചെയ്യുക? ഒന്നാമത്തെ കാര്യം, ബയോളജിയുടെ വലിയൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ലൈഫുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്ത് നമുക്ക് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം ഏത് ലൈഫ് പ്രോസസ് ആണെങ്കിലും ബേസിക്കലി ബയോളജി വരുമ്പോൾ ഇപ്പം സുവോളജി ആണെങ്കിലും ബോട്ടണി ആണെങ്കിലും പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ആനിമൽസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും കുട്ടികൾക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങളും അത് മാത്രമല്ല അവരുടെ ഡെയിലി ലൈഫിൽ അവരെ നടക്കുന്ന കാര്യങ്ങൾ, ഡെയിലി നടക്കുന്ന കാര്യങ്ങളുമായിരിക്കും, അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. എപ്പോഴും അത് കണക്ട് ചെയ്തിട്ട് അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. ഇപ്പോഴത്തെ കുട്ടികൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്ത് പഠിച്ചാലും അതിന് ബിഹൈൻഡ് ആയിട്ട് അത് പഠിക്കേണ്ട ആവശ്യം എപ്പോഴും ചോദിച്ചിട്ടായിരിക്കും ഒരു കാര്യം അവർ പഠിക്കുന്നത്. അതെപ്പോഴും കണക്ട് ചെയ്ത് കൊടുത്ത് അവർക്ക് പഠിക്കാൻ ഇത്രൂടെ ഇൻട്രസ്റ്റ് കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ അതിന്റെ ആവശ്യകത അവർക്ക് മനസ്സിലാവുകയും അവർക്ക് ഇത്രൂടെ അതിനുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ടീച്ചർ അതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ്, മറ്റെന്തൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ സ്കൂളില് എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, ഇങ്ങനെയൊക്കെ ഉള്ളതും കൂടി ടീച്ചറിന്റെ ക്ലാസ് എങ്ങനെയായിരിക്കും, ഇതൊക്കെ ഉൾപ്പെടുത്തി കുറെ ലൈവായിട്ടുള്ള, ഇപ്പൊ സ്പെസിഫിക് പ്ലാന്റ്സിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ലൈവായിട്ട് കുറെ കാര്യങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ പ്ലാന്റ്സിന്റെ പാർട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ലൈവായിട്ട്, ഇപ്പൊ ജൈവ വൈവിധ്യ ഉദ്യാനം ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് പലതരത്തിലുള്ള ജീവിബന്ധങ്ങൾ. ഇതെന്താ ആദ്യം വരാഞ്ഞേ? നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ടേ? ജൈവ വൈവിധ്യ ഉദ്യാനവും അതുപോലെ ലാബുകളും ഈ പിന്നെ മൈക്രോസ്കോപ്പ് ഒക്കെ വെറുതെ അയ്യോ അത് തൊടരുത്, തൊട്ടാ പ്രശ്നമാവും എന്നുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് സ്കൂളുകളുണ്ട്. ഇതിനൊക്കെ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ കാശ് കൊടുക്കണം, ടീച്ചേഴ്സ് കാശ് കൊടുക്കണം, പിള്ളേർക്ക് ഇതാണ് എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ പഠിക്കുമ്പോഴും ഈ പറയുന്ന മൈക്രോസ്കോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആരും കണ്ടിട്ടില്ല. നമ്മൾ കാണുന്നത് +2 സയൻസ് എടുത്തപ്പോ ആണ് നമ്മളത് കാണുന്നത്.
യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ ഉപയോഗിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സ്കൂളുകളിലുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ നന്ദൻ ടീച്ചർ ആണെങ്കിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയേണ്ടത്. പറഞ്ഞോ. ഈ പറഞ്ഞതിലോട്ട് ജീവവൈവിധ്യ ഉദ്യാനത്തിൽ നിന്ന് തന്നെ കുട്ടികളെ അത് നേരിട്ട് കാണിച്ച് അവർക്ക് ഒബ്സർവ് ചെയ്ത് കുറെ കാര്യങ്ങൾ പഠിക്കാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ്. പിന്നെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാനുള്ള ടോപ്പിക്കും കൺസെപ്റ്റും ഒക്കെ വരുമ്പോൾ കൂടുതൽ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാഹചര്യം ഉണ്ടാക്കും. പിന്നെ ഈ ലൈഫ് പ്രോസസ്സിലൊക്കെ ഒരുപാട് ICT ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ, അതൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കും. എന്ത് നടക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നേരിട്ട് അവർക്ക് ICT വീഡിയോസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ. ഞാൻ ഇപ്പൊ മോണോക്കോട്ടും ഡൈക്കോട്ടും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ടീച്ചർ എന്ത് രീതിയായിരിക്കും, എങ്ങനെയായിരിക്കും കുട്ടികളെ അത് ഈ ഒരു ആശയം കുട്ടികളിലേക്ക് എത്തിക്കാം? ഇപ്പൊ സ്കൂളിനടുത്തൊക്കെ ഇങ്ങനെയുള്ള പ്ലാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നെ പറയാം. ഇപ്പൊ മോണോക്കോട്ടും ഡൈക്കോട്ടും കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. മറ്റേ ഇത്തിരൂടെ ഡൈക്കോട്ടാകുമ്പോൾ ഇത്തിരൂടെ തടി വെക്കുന്ന ടൈപ്പ്, ഇത്തിരി വണ്ണത്തിൽ കാണുന്ന ടൈപ്പ് ആയിട്ടുള്ളതായിരിക്കും. മറ്റേ കോല് മാതിരി ആയിരിക്കും മോണോക്കോട്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നത്. ഒന്നാമത്തെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങള് ഇപ്പൊ സ്പെസിമെൻ ആണെങ്കിൽ മൈക്രോസ്കോപ്പ് ഒക്കെ യൂസ് ചെയ്ത് സ്പെസിമെൻ വെച്ചിട്ട് അതിന്റെ ബാക്കിയുള്ള ഡിഫറൻസ് നമുക്ക് പിന്നീട് ഇത്തിരൂടെ ലെവലായിട്ടുള്ളത് പിന്നീട് മനസ്സിലാക്കി കൊടുക്കാം. പ്ലാന്റ്സിന്റെ ചുറ്റുപാടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് വെച്ചാൽ ആ ഒരു രീതിയിലുള്ള പ്ലാന്റ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അവർ ഐഡന്റിഫൈ ചെയ്ത് എഴുതുക എന്നുള്ളതും ആക്ടിവിറ്റി ആയിട്ടൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാണ്. ഓക്കെ ടീച്ചറെ. അശ്വതി ആണെങ്കിൽ എന്ത് ചെയ്യും? കൂടുതലും സയൻസ് പഠനം കൂടുതലും പ്രക്രിയാബന്ധിതവും പ്രവർത്തനാധിഷ്ഠിതവും. കൂടുതലും നമുക്ക് എക്സ്പെരിമെന്റുകളാണ് എങ്കിൽ ക്ലാസ്സിൽ കുട്ടികളെ നമ്മളെ ക്ലാസ്സിൽ തന്നെ ക്ലാസ് കം ലാബ് എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം കൊണ്ടുവരണമെന്നാണ് കേസ് 2020 എന്ന് പറയുന്നത്. അതനുസരിച്ച് ക്ലാസ്സിൽ തന്നെ ഒരു ലാബ് ക്രിയേറ്റ് ചെയ്യും. എന്നാൽ എല്ലാം നമുക്ക് ക്ലാസ്സിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല. അല്ലാത്തതാണ് എങ്കിൽ കുട്ടികളെ നമുക്ക് സയൻസ് ലാബിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് ആവശ്യമായ എക്സ്പെരിമെന്റുകൾ ചെയ്തു കൊടുക്കും. പിന്നെ ഫീൽഡ് ട്രിപ്പുകൾ ആവശ്യമുള്ളതായിട്ടുണ്ട്. അതായത് ജീവവൈവിധ്യ ഉദ്യാനങ്ങളായിരിക്കാം, ആവാസ വ്യവസ്ഥകൾ കാണിച്ചു കൊടുക്കേണ്ടത് തുടങ്ങിയവയെല്ലാം ഞാൻ ഫീൽഡ് ട്രിപ്പിന് കുട്ടികളെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കേണ്ടതായിരിക്കും. പിന്നെ നമ്മൾ ഈ റെസ്പിറേഷൻ, ഡൈജഷൻ തുടങ്ങിയവയെല്ലാം തന്നെ ICTയുടെ സഹായത്തോടുകൂടി ചെയ്യും. പിന്നെ സ്കൂളിലെ സയൻസ് ക്ലബിന്റെ പ്രവർത്തനം കൂടുതൽ ആക്റ്റീവ് ആക്കും. കുട്ടികളിൽ സയൻസിനോടുള്ള താല്പര്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കും. ഞാൻ ഈ മോണോക്കോട്ടിന്റെ കാര്യം ചോദിച്ചു. മോണോക്കോട്ടും ഡൈക്കോട്ടും ഒക്കെ കുട്ടികളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെയായിരിക്കും അശ്വതി ആസൂത്രണം ചെയ്യാം? അത് ടീച്ചർ പറഞ്ഞ ലൈവായിട്ട് തന്നെ കുട്ടികളെ കാണിച്ചു കൊടുത്തിട്ടുള്ള പഠനത്തിലായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. പിന്നെ അതിന്റെ സവിശേഷതകളും മറ്റും പറഞ്ഞു കൊടുത്തിട്ട് അവരിൽ നിന്ന് തന്നെ ആശയം കിട്ടുന്ന രീതിയിൽ അവർക്ക് ഈ പരിസരത്ത് കാണുന്ന മറ്റ് വൃക്ഷങ്ങളെയൊക്കെ നോക്കിയിട്ട് ഏതൊക്കെയാണ് അവർക്ക് തോന്നുന്നത് അവരിൽ നിന്ന് ഉദാഹരണങ്ങൾ കൂടുതലായിട്ട് എടുക്കാൻ നോക്കും. പിന്നെ സ്പെസിമെൻ ആണെങ്കിൽ നമ്മൾ ലാബിൽ കൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കും. UP ക്ലാസ്സിലാവുമ്പോഴത്തേക്ക് അവർക്ക് അത് എടുക്കാനുള്ള ഇതില്ലായിരിക്കും. എന്നാലും നമ്മൾ തന്നെ സ്പെസിമെൻ എടുത്തു കൊടുത്തിട്ട് അവരോട് തന്നെ മൈക്രോസ്കോപ്പിലൂടെ നോക്കി കാണുവാനും എല്ലാം പറയാം. എന്റെ കുഴപ്പമാണോ? ഈ വിത്ത് മുളയ്ക്കലൊന്നും വേണ്ടേ? വിത്ത് മുളയ്ക്കലിന് അത് നമ്മള് അവർക്ക് കാണത്തക്ക രീതിയിൽ മോണോക്കോട്ടിന്റെയും ഡൈക്കോട്ടിന്റെയും വേരുകളുടെ പ്രത്യേകതയും അവ വിത്ത് മുളച്ചു വരുന്നതിന്റെ പ്രത്യേകതയൊന്നും കുഞ്ഞുങ്ങൾ കാണണ്ടേ? അപ്പൊ അവരെ കൊണ്ട് നമുക്ക് വിത്ത് മുളപ്പിക്കണ്ടേ? ക്ലാസ് റൂമുകളില് അതിനുള്ള പരീക്ഷണശാലകളും നമ്മൾ പ്രക്രിയ ചെയ്യണമല്ലോ. അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പുറത്തു പോയി ഇത്തരം സസ്യങ്ങളെ കളക്ട് ചെയ്ത് ഇതിന്റെയൊക്കെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അവയെ വേർതിരിക്കാം, ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഈ പറഞ്ഞ പോലെ നമുക്ക് വീഡിയോസ് കാണിച്ചു കൊടുക്കാം അല്ലേ? ആണോ? സയൻസ് ടീച്ചേഴ്സ് പറയുന്നില്ല. പിന്നെ അത് തന്നെ നമുക്ക് ആ വേരുമുളയ്ക്കലൊക്കെ കാണാനായിട്ട് ട്രാൻസ്പെറന്റ് ഗ്ലാസുകൾ ഉപയോഗിച്ചാൽ കൃത്യമായിട്ട് കുട്ടികൾക്ക് കാണാൻ കഴിയില്ലേ? ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ചു. വേരുകൾ ഇറങ്ങി വരുന്നതും ഒക്കെ നമുക്ക് നിരീക്ഷിക്കാനാകും അല്ലേ? അപ്പം അത്തരത്തിൽ ചിന്തിക്കുമ്പോ എപ്പോഴും ഒന്നുകൂടി എല്ലാ വശവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് ചിന്തിക്കണേ എല്ലാവരും. പിന്നെ വലിയ ആശയങ്ങൾ വരണം, അടുക്കി ചിന്തിക്കണം, അടുക്കോടുകൂടി എല്ലാം പറയണം, പെട്ടെന്ന് പറയണം. നീട്ടി വലിച്ചു പോകാൻ നമുക്ക് സമയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓക്കെ എന്ന് പറഞ്ഞ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഞാൻ തന്നെ ഇന്ന്
എനിക്ക് എത്രയും വേഗം ഇന്ന് നടത്താൻ പറ്റുമെന്ന് തന്നെ എനിക്കൊരു പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടാണ് ടൈം പറയാതിരുന്നത്. കുറച്ചായിട്ട് കുറച്ചധികം അസ്വസ്ഥതകളുണ്ട്. കറക്റ്റ് 1 മണിക്കൂർ ആകുമ്പോൾ നിർത്തിയെങ്കിലേ എന്റെ തൊണ്ട ഓക്കെ ആവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ സമയം കളയാതെ വേഗത്തിൽ മറുപടി പറയാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ചോദ്യത്തെ ഏറ്റവും ബെറ്റർ ആക്കി എങ്ങനെ ചെറിയ രൂപത്തിൽ പറയാനാകും, അതുപോലെ ആ പറയുമ്പോൾ തന്നെ ആ ആശയങ്ങൾ ചോർന്നു പോകാതെ എങ്ങനെ അടുക്കി പറയാനാകും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. തസ്ലീമ ടീച്ചറിന്റെ വിഷയം പറഞ്ഞോ. വീഡിയോ ഓൺ ചെയ്യേണ്ട പുറത്താണ്, എനിക്കറിയാം. മാത്സ് ആണ് ടീച്ചറിന്റെ ഗണിത വിഷയത്തിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങള് ഉണ്ട് ക്ലാസ്സിൽ. അപ്പൊ എന്തായിരിക്കും അവരുടെ ആ പിന്നോക്കാവസ്ഥ? പ്രത്യേകിച്ച് UP ക്ലാസ്സുകളിലേക്കൊക്കെ വരുമ്പോൾ കുറച്ച് സങ്കീർണമാണ് ഗണിതാശയങ്ങൾ. ഇനി സങ്കീർണതയിലേക്ക് പോവുകയാണ്, UP ഹൈസ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോ 7ാം ക്ലാസ് വരെയുള്ള ആശയങ്ങൾ കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങളിലേക്ക് ഈ ആശയങ്ങൾ എത്തിക്കാനായിട്ട്, ഗണിതത്തിനോടൊരു സ്നേഹം തോന്നാനായിട്ട് തസ്ലീമ ടീച്ചർ എന്തൊക്കെ ചെയ്യും? ആദ്യം തന്നെ ഇപ്പം കുട്ടികൾക്ക് ഗണിതം എന്ന് പറയുന്നത് ഒരു ടഫ് സബ്ജക്റ്റ് ആണ്, ഒരു അപ്രോച്ച്. ആ ഒരു അപ്രോച്ച് മാറാൻ വേണ്ടി കുട്ടികളിലേക്ക് കളി രീതിയിലൂടെയും പിന്നെ പാട്ടുകളിലൂടെയും പസിൽസിലൂടെയും ഒക്കെ പഠിപ്പിക്കാനായിട്ട് നോക്കും. കൂടുതൽ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് പഠിപ്പിക്കാനായിട്ട് നോക്കും. പിന്നെ ബാല പോലെയുള്ള ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് പോലെയുള്ള ഇതൊക്കെ ഉപയോഗിക്കും. അപ്പൊ അവിടെ കുട്ടികൾക്ക് സ്വയം തന്നെ വിവിധ പ്രക്രിയകളിൽ ഏർപ്പെട്ടുകൊണ്ട് പ്രവർത്തനാധിഷ്ഠിതമായിട്ട് ക്ലാസ് മുന്നോട്ട് പോകാൻ പറ്റും. വേറെ എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം? വേറെ ലേണിംഗ് എയ്ഡ് ഉപയോഗിക്കാം. ഫ്രാക്ഷൻ ഒക്കെ പഠിപ്പിക്കാനാണെങ്കിൽ ഫ്രാക്ഷൻ ലിസ്റ്റ് ഉപയോഗിക്കാം. പിന്നെ ചതുഷ്ക്രിയകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗണിതപ്പാണ്ട് അങ്ങനെയുള്ള ലേണിംഗ് എയ്ഡ് ഒക്കെ ഉപയോഗിക്കാം. പിന്നെ ജിയോജിബ്ര കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ജിയോജിബ്ര പോലുള്ള ഇതൊക്കെ അത് സോഫ്റ്റ്വെയർസ്, മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാം. പിന്നെ വേറെ 2 സോഫ്റ്റ്വെയർ കൂടെ ഉണ്ട്, ഞാൻ നോക്കി വെക്കണം കേട്ടോ. ഗണിതവുമായി ബന്ധപ്പെട്ട എല്ലാം ഒന്നുകൂടി നോക്കി വെക്കുക. അപ്പൊ ഗണിതാശയങ്ങൾ ഉറയ്ക്കാത്തതും ഗണിതത്തിനോട് ഭയം തോന്നുന്നതും ബേസിക് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം അതായത് ചതുഷ്ക്രിയകൾ ഉറയ്ക്കുന്നില്ല, പ്രത്യേകിച്ച് സങ്കലനവും വ്യവകലനവും ഉറച്ചാലും ഗുണനവും ഹരണവും ഉറയ്ക്കുന്നില്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യും? ഗുണനോ ഹരണോ എളുപ്പമാകത്തക്ക രീതിയിൽ ആശയം മനസ്സിലാക്കി കുട്ടിയുടെ ഉള്ളിലേക്ക് എത്തത്തക്ക രീതിയിലുള്ള ലേണിംഗ് എയ്ഡ്സും അതുപോലെ തന്നെ ഈ പറയുന്ന സോഫ്റ്റ്വെയർസും ഒക്കെ ഉപയോഗിച്ച് ഗണിതം രസകരമാക്കും. അപ്പോ ഇവിടെ മോൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ടായിരുന്നു, ഡിയോ, ഒരു എന്താണ് മൂങ്ങയുടെ പടമുള്ള, പച്ച മൂങ്ങയുടെ പടമുള്ള, നിങ്ങൾക്കറിയോ? എന്താണ് ഡിയോ എന്തോ സംഭവം. നമ്മുടെ M4Tech ഒക്കെ കാണുന്നവരുണ്ടോ? അതിനകത്തൊക്കെ പറയുന്നതാണ്, M4Tech ചാനലൊക്കെ. എന്തോടാ? ഡിയോലിങ്കോ. അതെ. അതിനകത്ത് മാത്സും ഉണ്ട്. അപ്പൊ ഈ മോൻ ഇവിടെ മാത്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ അവൻ അത് ചെയ്തിട്ട് എനിക്ക് നല്ല സ്പീഡിന് അവൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അത് ആൾക്ക് മാത്സിനോട് ഒരു ഇഷ്ടമുള്ളത് കൊണ്ടും ആകാം, എനിക്കറിയില്ല. ഇവിടെ ആളുടെ അച്ഛമ്മയ്ക്ക് ഒരു കടയുണ്ട്, പലചരക്ക് കടയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ കണക്ക് നോക്കാനും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ചാടിക്കയറി പോവും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, പ്രയോഗിച്ച് പഠിക്കാൻ ഇഷ്ടമുള്ളവരാണ് കുട്ടികൾ. നമ്മളെപ്പോഴും അത് കേട്ട് തിയററ്റിക്കലി പഠിക്കുന്നുണ്ടെങ്കിലും അവനാണ് എൻ്റെ പരീക്ഷണ വസ്തു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ചെയ്തു പഠിക്കാൻ ഇഷ്ടമുള്ളവരാണ്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനും താല്പര്യമുള്ളവരാണ് നമ്മുടെ മക്കള്. അപ്പൊ അവര് പോലും അറിയാതെ ഇത്തരം ഉത്തരവാദിത്തങ്ങളായിട്ട് കൊടുക്കുകയാണെങ്കിൽ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? നെറ്റ് ഇടയ്ക്ക് സ്ലോ ആവുന്നുണ്ട്. കണക്ഷൻ പോയായിരുന്നോ? കേൾക്കുന്നോ? തസ്ലീമ ടീച്ചറെ കേൾക്കാമോ? കേൾക്കുന്നോ ആരെങ്കിലും?
നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഞാൻ ഈ റെക്കോർഡ് ഇവിടെ ക്ലോസ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി ലിങ്ക് ഇട്ടിട്ട് നോക്കാം. നിങ്ങൾക്ക് കിട്ടുന്നോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യല്ലോ. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? ഇടയ്ക്ക് സ്റ്റക്കായോ? അതെന്തായിരുന്നു? ഒന്നും കേട്ടില്ല. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികള് ചെയ്തു പഠിക്കാൻ ഇഷ്ടമുള്ളവരാണ്. ഞാൻ പറഞ്ഞതാണ്, എനിക്ക് അവനിൽ നിന്ന് മനസ്സിലാവുന്ന, എന്റെ മോനിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഉത്തരവാദിത്തങ്ങൾ കൊടുത്താൽ അത് ഏറ്റെടുത്ത് ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ അവരത് ചെയ്യില്ല. മോനെ ആണെങ്കിലും വിളിച്ചിട്ട് 10 മാത്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അവനത് ചെയ്യില്ല. പക്ഷെ അത് ഇപ്പോ ഇവിടെ കടയുള്ളത് കൊണ്ട് ആ കടയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ കണക്ക് എഴുതാനൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചെയ്യും. ആരെങ്കിലും വന്നാൽ വേഗത്തിൽ ലിസ്റ്റ് ഒക്കെ എഴുതിയിട്ട് അവർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കും. ആ ഒരു രീതിയിൽ കുട്ടികൾ ചെയ്യും. അപ്പൊ ഇതേ പ്രവർത്തനം നമുക്ക് സ്കൂളുകളിൽ ഈ പറയുന്നത് പോലെ സ്റ്റോളുകൾ നടത്തിക്കൂടെ? കുട്ടികൾ ഉണ്ടാക്കിയ വസ്തുക്കളെ വിൽക്കാനും വാങ്ങാനും ഒക്കെ ഉള്ള ഒരു അവസരം നമുക്ക് കൊടുത്തൂടെ? അപ്പോ നമ്മള് ഈ എന്താണ് സ്കൂളിൽ കുട്ടികൾ തന്നെ നിർമ്മിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങളോ അവർ കളക്ട് ചെയ്യുന്നതോ അവർക്ക് വിൽക്കാൻ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു സ്റ്റോൾ. അപ്പൊ അത് സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ക്ലാസ്സിൽ മാത്രമായിട്ടും ചെയ്യാം. അപ്പൊ അവിടെ ഗണിതത്തിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തി വേണം ഈ കൗണ്ടറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. പൈസ വാങ്ങാനും അതുപോലെ ബാലൻസ് കൊടുക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഇതുപോലെ നമുക്ക് സൃഷ്ടിച്ച് എല്ലാവർക്കും അതിനുള്ള അവസരം കൊടുത്തൊക്കെ ഈ ഒരു രീതിയിലും ഒക്കെ നമുക്കിത് പ്രാവർത്തികമാക്കാം അല്ലെ? അവിടെ വേണമെങ്കിൽ കളി നോട്ടുകൾ ഉപയോഗിച്ച് നമുക്കിതൊരു കളി രൂപേണ ഗെയിമായിട്ട് വേണമെങ്കിൽ നടത്താം ഇല്ലേ? അപ്പൊ അതെ അതെ, എനിക്ക് LP ലെവലിലുള്ള, അതായത് ഉല്ലാസ ഗണിതത്തിന്റെ ഭാഗമായിട്ടുള്ള കിറ്റുകള് എനിക്ക് പരിചയമുണ്ട്. UP ലെവലിലേക്ക് എനിക്ക് അത്ര പരിചയം പോരാ. അപ്പൊ നിങ്ങള് എന്തായാലും അതൊന്ന് അന്വേഷിക്കുക. ഞാനും തിരക്കിയിട്ട് എന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഗണിത കിറ്റുകളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാമോ? തസ്ലിമ ടീച്ചറിന് എക്സ്പീരിയൻസ് ഉണ്ടോ? എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല ടീച്ചർ. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തതാ. ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്പേഴ്സ് പഠിപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റിക്സ് ഉണ്ട്. പിന്നെ ഇതുപോലെ നോട്ട്സ് ഒക്കെ കണ്ടത്. അത് ഈ ഗൂഗിൾ നോട്ട് സെർച്ച് ചെയ്തപ്പോ കണ്ടത്. ഇപ്പൊ സ്കൂളിൽ നിലവിൽ എന്ത് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. ഓക്കെ. ആരെങ്കിലും മാത്സ് ഉപയോഗിക്കുന്ന ഈ കിറ്റുകൾ കണ്ടിട്ടുള്ള, UP തലത്തിലെ കിറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? മേഘ ടീച്ചറെ ഒന്ന് അന്വേഷിക്കണേ. UP ക്ലാസ്സുകളിൽ നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ ഇതൊന്ന് അന്വേഷിച്ച് ഗ്രൂപ്പിലേക്ക് ഇടുക. ഓക്കെ. ഇനി ആരാണ്? ഫിസിക്സ് ഒക്കെ എടുത്തിട്ടുള്ള ആരുണ്ട്? എന്താ? ദിവ്യ ടീച്ചർ, വിവിധ ടീച്ചർ, ശ്രുതി ടീച്ചറും ഒക്കെ ഫിസിക്സ് അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ദിവ്യ ടീച്ചറെ, ഫിസിക്സ് എല്ലാ കുട്ടികൾക്കും എളുപ്പമാണോ? ഇല്ല ടീച്ചറെ, ഫിസിക്സ് എല്ലാവർക്കും എളുപ്പമല്ല. എന്തുകൊണ്ടാ? പൊതുവേ അവർക്ക് ഫിസിക്സ് എന്ന് പറഞ്ഞ 8ലേക്ക് മാറുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് ചെയ്യുന്നത്. അല്ലാത്തടത്തോളം സയൻസ് എന്ന് പറയുന്ന വിഷയം അവർ കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നുണ്ട്. കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ മാത്രമാണ് ഫിസിക്സ് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ ബുദ്ധിമുട്ട് തോന്നാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനാകും? ബുദ്ധിമുട്ട് തോന്നാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂം എല്ലാം പ്രക്രിയാപരിത പ്രവർത്തനാധിഷ്ഠിത ക്ലാസ് റൂമാണ്. അപ്പൊ ആ രീതിയിൽ കുട്ടികൾക്ക് കൂടുതൽ ആക്ടിവിറ്റീസ് കൊടുത്ത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി കുട്ടികളെ പഠിപ്പിക്കുക. എന്തിനാണ് പഠിക്കുന്നതെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തി പഠിപ്പിക്കുക അല്ലെ? നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളപ്പോ പിന്നെ നമ്മൾ ഒരുപാട് നിയമങ്ങളും സങ്കീർണമായ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം പഠിച്ചു. പക്ഷെ ഇത് എന്തിനാ പഠിക്കുന്നേ എന്നുള്ളത് വ്യക്തമായ ഒരു ധാരണ തരാൻ എന്റെ ഫിസിക്സ് ടീച്ചറിനൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഫിസിക്സിന്റെ പീരീഡും കെമിസ്ട്രിയുടെ രണ്ടും ഒരാളാണ് എടുക്കുന്നത്. 2 പീരീഡിലും ജനാലയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ആകാശം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കോറിയിടും. ടീച്ചർ ശ്രദ്ധിക്കേയില്ല.
ആൻസർ പറയുന്നവരുടെ കൂട്ടത്തില് ഇങ്ങനെ ഇങ്ങ് നോക്കി പോവും. ടീച്ചർ എന്തൊക്കെയോ ബോർഡിൽ എഴുതും, ഞങ്ങൾ അത് വരച്ചു വെക്കും. പിന്നെ ട്യൂഷനൊക്കെ പോയി പിന്നെ അല്ലാതെ കഷ്ടപ്പെട്ടും ഒക്കെ അങ്ങ് പഠിച്ചെടുത്താണ്. എന്നാ നമ്മൾ ആ ഫോക്കൽ ലെൻസ് ആ കാര്യങ്ങളൊക്കെ വരയ്ക്കാനും അതിന്റെ ഫോക്കസ് കണ്ടുപിടിക്കാൻ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കിയതൊക്കെ ഇഷ്ടവുമായിരുന്നു. അപ്പൊ അവിടെ നമ്മളുടെ ടീച്ചിങ് മെത്തേഡിൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുത്തണം. അപ്പം മെയിനായിട്ട് എനിക്ക് തോന്നിയത്, എന്റെ അനുഭവത്തിൽ നിന്ന് തോന്നിയത്, എന്തിനു പഠിക്കുന്നു എന്ന് കുട്ടിക്ക് മനസ്സിലാകണം. അതൊരു പ്രശ്നമായി അവതരിപ്പിച്ചിട്ട് അതിന്റെ പരിഹാരം അവർ കാണത്തക്ക രീതിയിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ കുട്ടിയുടെ മനസ്സിലൊരു അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടേ ഓരോ ക്ലാസ് റൂമും മുന്നോട്ട് പോകാവൂ. അതെന്തുകൊണ്ട് എന്ന ചിന്ത കുട്ടിയെ കൊണ്ട് തന്നെ ചോദിപ്പിച്ച് ആ ഉത്തരത്തിലേക്ക് എത്തുന്ന രീതി. അങ്ങനെയാണെങ്കിൽ ടീച്ചറെ, ടിങ്കറിംഗ് ലാബ് എന്നുള്ള ചോദ്യം ഇപ്പൊ ഒരുപാട് എല്ലാ ഗ്രൂപ്പുകളിലും വരുന്നു, കേട്ടായിരുന്നോ? ഇല്ല, ഓക്കെ. ശ്രുതി ടീച്ചറോ ബിബിത ടീച്ചറോ ഈ ചോദ്യം കേൾക്കുകയോ ഉത്തരം കണ്ടെത്തുകയോ ചെയ്തിരുന്നോ? ഉത്തരം കണ്ടുപിടിക്കത്തില്ല, കൊന്നാലും കണ്ടുപിടിക്കത്തില്ല. എനിക്ക് ടീച്ചർ തരും ഉത്തരം. കണ്ടുപിടിച്ചോ? ആ എടാ കേക്കുന്നില്ലടാ, ഉറക്കെ പറ. മൈക്ക് അടുത്ത് വീഡിയോ ഓൺ ചെയ്. ഓക്കേടാ. ശ്രുതി ടീച്ചർ കണ്ടുപിടിച്ചോ? ശ്രമം നടത്തി, പക്ഷെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയില്ല. ഇനിയും കണ്ടുപിടിക്കാനുണ്ട്. ഓക്കേടാ. ബിബിത ടീച്ചർ പറഞ്ഞു. ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് 2012 മുതലാണ് ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത്. ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയായിരുന്നു. ഇത് നീതി ആയോഗിന്റെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ആദ്യം ജില്ലകളിലെ തന്നെ കുറച്ച് വിദ്യാലയങ്ങളിൽ, കേന്ദ്രീയ വിദ്യാലയങ്ങളിലൊക്കെയാണ് ഇത് ആദ്യമായിട്ട് ആരംഭിച്ചത്. കേരളത്തില് 200 സ്കൂളുകളിൽ. എന്താണ് എന്ന് പറ, എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്, ബാക്കിയൊക്കെ പോട്ടെ. അത് നടപ്പിലാക്കണം എന്ന് വെച്ചാല് കുട്ടികൾക്ക് ക്ലാസ് റൂമില് ശാസ്ത്ര സാങ്കേതികമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ശില്പശാലയുടെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഈ ഒരു ടിങ്കറിംഗ് ലാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ശാസ്ത്ര സാങ്കേതിക കുട്ടികളുടെ ശേഷികൾ വളർത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം തന്നെ. അതിന്റെ ഭാഗമായി കുട്ടികൾക്ക് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരം കുട്ടികൾക്ക് തന്നെ ചെറിയ കുട്ടി ഗവേഷകൻ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് തന്നെ എത്താനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ടിങ്കറിംഗ് ലാബ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇടയ്ക്ക് എനിക്ക് ക്ലിയർ ആയില്ല. അപ്പൊ ടിങ്കറിംഗ് ലാബ് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അതിന്റെ ഹിസ്റ്ററിയിലേക്ക് കൂടുതലായിട്ട് പോകണ്ട. നീതി ആയോഗ് കൊണ്ടുവന്ന എന്താണ് അടൽ AIM അല്ലെ, അടൽ ഇൻവെസ്റ്റിഗേഷനോ എന്താണ്, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അടൽ ഇന്നൊവേഷൻ മിഷൻ എന്ന പേരില് ആണ് അതിന്റെ ഭാഗമായിട്ടാണ് ടിങ്കറിംഗ് ലാബ് വരുന്നത്. അപ്പൊ ഇതിനേക്കാൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കേട്ടിട്ടുണ്ട് എന്ന രീതിയിൽ പറഞ്ഞ് നീതി ആയോഗിന്റെ ഭാഗമായി അടൽ ഇന്നൊവേഷൻ മിഷന്റെ ഭാഗമായിട്ടാണ് ഇത് നിലവിൽ വന്നത്. അതായത് കുട്ടികളിലെ ഇന്നൊവേഷൻസ് പുറത്തേക്ക് കൊണ്ടുവരിക. കുട്ടികൾ ധാരാളം കഴിവുകളുള്ളവരാണ്, ഒരുപാട് ആശയങ്ങൾ കുട്ടികളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത്തരം ആശയങ്ങളെ കൊണ്ടുവരാനായിട്ട് ധാരാളം പദ്ധതികൾ നമുക്ക് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും അനുയോജ്യമായ ഒന്നായിട്ട് എനിക്ക് ഈ ടിങ്കറിംഗ് ലാബ് അനുഭവപ്പെട്ടു. കുട്ടികൾക്ക് തങ്ങളുടെ ആശയങ്ങൾ പ്രയോഗിച്ചു നോക്കാനുള്ള അവസരം അല്ലെ, പരീക്ഷണശാലകള്, കുട്ടികൾ തന്നെ അവിടെ ഗവേഷകരായിട്ട് കുട്ടികൾ തന്നെ അവരുടെ ഇന്നോവേഷൻസ് നടപ്പിലാക്കി നോക്കുകയാണ്, ഈ റോബോട്ടിക്സ് ഒക്കെ ചെയ്യുന്നത് പോലെ. അപ്പൊ ഇതാണ് ടിങ്കറിംഗ് ലാബിനകത്ത് വരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇത്തരം അവസരം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണ്? കുട്ടികൾക്ക് തന്നെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരത്തിലൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും ഒക്കെ ഒരു തന്നെ പിന്നീട് അതായത് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് തന്നെ അവർക്കൊരു നല്ലൊരു ചുവടുവെപ്പ് തന്നെയാണ് ഇതിലൂടെ ലഭിക്കുന്നത് തന്നെ. കുട്ടികൾക്ക് തന്നെ ഒരു പ്രചോദനമാണ് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാനും പുതിയ നടത്താനും തന്നെ. ഇത് വെറും ക്ലാസ് പഠനം തന്നെ ഒതുങ്ങി നിൽക്കാതെ പ്രവർത്തനമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇതിനകത്ത് ഇതേക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ നേരത്തെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ടിങ്കറിംഗ് ലാബ് നേരത്തെയും ചോദിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ കണ്ടെത്തി നോട്ട് കൊടുത്തിരുന്നു. പക്ഷെ
പിന്നെ വിട്ടുപോയതാണ്. നമ്മൾ അങ്ങനെ എപ്പോഴും കേൾക്കുന്ന ഒന്നോ നടപ്പിലാക്കുന്നത് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അതാണ് സംഭവം. അപ്പൊ ഇത് ചോദിച്ച സാറിന് അതിനെക്കുറിച്ച് ധാരണ ഉള്ളത് കൊണ്ട് ഈ ചോദ്യം ഇങ്ങനെ വരുന്നു. നമ്മള് സത്യം പറഞ്ഞാൽ ഞാനത് എങ്ങും നടപ്പിലാക്കി ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാകുമായിരിക്കും, ചെയ്യുന്നിടം ഉണ്ടാകുമായിരിക്കും. അപ്പം ഇതിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ പറയുന്നത് സ്റ്റെം വിദ്യാഭ്യാസം കൂടുതൽ നന്നായിട്ട് നടപ്പിലാകുന്നു എന്നുള്ളതാണ്. അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിങ്, മാത്സ് അല്ലെ, ഈ വിദ്യാഭ്യാസ രീതിയോട് കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുകയും അത്തരം താല്പര്യമുള്ള കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യാനായിട്ട് ടിങ്കറിംഗ് ലാബുകൾ സഹായിക്കുന്നുണ്ട്. തൊട്ടു മുമ്പ് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ പോലെ എന്തിനു വേണ്ടി പഠിക്കുന്നു എന്ന് അറിയാതെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ കുട്ടികൾക്ക് തന്നെ ഇതിനുള്ള അവസരം കൊടുക്കുമ്പോൾ അല്ലെ, റോബോട്ടിക്സ് ഒക്കെ എല്ലാവർക്കും ഏതൊരു സാധാരണക്കാരന്റെ ആഗ്രഹമായിരിക്കും അതൊക്കെ അറിയുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, പ്രവർത്തിക്കുക എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ പഠനത്തിൽ പിന്നോട്ടാണ് എന്ന് പറഞ്ഞ് തള്ളി നിർത്തപ്പെടുന്ന കുട്ടികളിൽ പോലും ഇത്തരം കഴിവുകൾ ഉണ്ടാകും. അതായത് എന്തെങ്കിലും ഒരു വസ്തു നിർമ്മിക്കാനും അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള തത്വം അറിഞ്ഞില്ലെങ്കിൽ പോലും അവർക്ക് അതിനുള്ളൊരു സിദ്ധി ഉണ്ടാവും, കഴിവുണ്ടാവും. അപ്പൊ ഇത്തരം കഴിവുകൾ തിരിച്ചറിയാൻ കുഞ്ഞുങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ കുട്ടികൾ തീർച്ചയായും ആ വിഷയത്തെ കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കും. ഏതൊരു വിഷയം കുട്ടിക്ക് പഠിക്കണമെങ്കിൽ താല്പര്യം ഉണ്ടാവണം. ഏത് കഠിനമായ വിഷയവും ഒരു കുട്ടിക്ക് ഈസിയായി പഠിച്ചെടുക്കാൻ പറ്റും, താല്പര്യം ഉണ്ടാക്കിയെടുത്താൽ. അപ്പൊ ഇത്തരം ടിങ്കറിംഗ് ലാബുകൾ വഴി ശില്പശാലകളൊക്കെ സംഘടിപ്പിച്ചും അതിനുള്ള അവസരങ്ങളും അതിനുള്ള പരിശീലനവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ തീർച്ചയായും പിന്നോക്കം നിൽക്കുന്ന കുട്ടി പോലും മുന്നിലേക്ക് വരാനൊരു സാധ്യതയുണ്ട്. ഇവിടെ എനിക്കറിയാവുന്ന മറ്റൊരു അനുഭവം ഇതുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും ഒരു IED ഒക്കെ ആയിട്ട് പറയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം പഠനത്തിലെല്ലാം പിന്നിലാണല്ലോ, നമുക്കറിയാം, അങ്ങനെയൊക്കെ കണക്കാക്കപ്പെടുന്ന ഒരു വ്യക്തി. പക്ഷെ അയാളുടെ വീടിന്റെ മുമ്പിൽ ഇല്ലാത്ത കാറുകളില്ല. അതായത് പണിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന കാറുകളാണ്. അദ്ദേഹത്തിന് മാത്രമേ അതിന്റെ ചില വർക്കുകൾ അറിയാവൂ. ഇപ്പൊ കൂടുതൽ പൈസ ചെലവില്ലാതെ എന്നാൽ വളരെ നന്നായിട്ട് അദ്ദേഹത്തിനെ കാർ ഡോക്ടർ എന്നൊക്കെ ആണ് പ്രദേശവാസികൾ വിളിക്കുക. എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട് അല്ലെ. അപ്പോൾ ഏത് പഠന പിന്നോക്കാവസ്ഥയിൽ നിന്നാലും മുന്നോട്ട് നിന്നാലും ഒക്കെ ചിലർക്ക് ചില ഏരിയയിൽ കഴിവുകളുണ്ട്. ഈ കഴിവുകൾ കണ്ടെത്താൻ ഉറപ്പായും ഈ പ്രയോഗത്തിലൂടെയുള്ള പഠനങ്ങൾ സഹായിക്കും. അപ്പോ ഭാവിയിലേക്ക് അവരുടെ ഭാവിയെ വഴിതിരിച്ചു വിടാൻ പോലും ഇത്തരം ലാബുകൾ, ഇത്തരം പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ നടപ്പിലായാൽ അത് കുട്ടികളെ സഹായിക്കും അല്ലെ. വിവിധ ടീച്ചറൊക്കെ ഉള്ള സ്കൂളിൽ ഈ ടിങ്കറിംഗ് ലാബൊക്കെ കൊണ്ടുവരട്ടെ. ശ്രുതി ടീച്ചറെ രക്ഷപ്പെട്ടോ? ശ്രുതി പോയാ? ഓടിയാ? എന്നാ ഓൺ ചെയ്തോ, വീഡിയോ ഓൺ ചെയ്തോ, കേക്കട്ടെ. എന്നാ പറഞ്ഞോ. ഇനി ഇന്നോവേഷൻ ഇത്. അപ്പോ അതില് റോബോട്ടിക്സ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളിൽ കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവത്തക്ക രീതിയിലുള്ള ലാബുകൾ സജ്ജീകരിച്ച് IIT-യിലെ എന്താ പറയാ എല്ലാ പോലത്തെ കാര്യങ്ങളും ഒക്കെ കുട്ടികൾക്ക് നേരിട്ട് അവർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുക. ലാബ്സ് അങ്ങനെ ഉണ്ടാക്കുക. അത് 5 മുതൽ 10 വരെ അറിയില്ല, ഒന്നുകൂടി ശരിയായിട്ട് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണത് കൂടുതൽ ഉപയോഗപ്രദമാവാനായിട്ട് കൊടുക്കേണ്ടത്. അപ്പോ അവരുടെ ഇത്തരം കഴിവുകൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഇപ്പോ നമ്മളിപ്പോ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് വരെ ആ കുട്ടികളെ അത് ചെയ്യാനായിട്ടുള്ള പ്രചോദനം അവർക്കുണ്ടാവും. അപ്പൊ അത് ഭാവിയിൽ അവരെ തന്നെ എന്റർപ്രണേഴ്സ് ഒക്കെ ആക്കാനായിട്ട് അത് സഹായിക്കും. അപ്പൊ അതായത് ഇപ്പൊ പഠന പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെ ഇത്തരത്തിലെ ഡിസൈനുകളും പ്രോട്ടോടൈപ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉള്ള കഴിവുകളുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ അത് വികസിപ്പിച്ച് ഭാവിയിൽ ഇപ്പൊ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലെ കാര്യങ്ങൾ അവർക്ക് ഇൻവെന്റ് ചെയ്ത് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാഹചര്യം. പിന്നെ അത് ഉപയോഗിച്ച് അവർക്ക് വേണമെങ്കിൽ അവരുടെ ജീവിതമാർഗം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് അത് എന്താ പറയാ, ഓക്കെ ടീച്ചറെ, കുഴപ്പമില്ല. ഈ പറഞ്ഞതും നമ്മളിപ്പോ സംസാരിച്ചതും ടീച്ചർ കണ്ടെത്തിയതുമായ കാര്യങ്ങൾ ചേർത്തൊരു നോട്ടൊക്കെ തയ്യാറാക്കി പ്രിപ്പയർഡ് ആയിരിക്കുക.
ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓൺ ചെയ്തേ. ഉണ്ടെങ്കിൽ ചോദ്യം ചോദിക്കും, ഇല്ലേ ചോദ്യം ചോദിക്കൂല. അമ്പിളി ടീച്ചറെ. ഞാൻ കെമിസ്ട്രിയാ. വീഡിയോ ഓൺ ചെയ്യൂ. എവിടെ? ഓക്കെ, ഞാനേ ഒന്ന് കാണാനായിട്ട് ഞാൻ നോക്കുമായിരുന്നു. ടീച്ചറെ ഞാൻ കെമിസ്ട്രി അല്ലേ, കൊച്ചു പിള്ളേർ പറയുന്നതാണ്. ടീച്ചറെ YIP കേട്ടിട്ടുണ്ടോ? YIP ഈ ടിങ്കറിംഗ് ലാബൊക്കെ ചോദിച്ച സാധ്യതയുള്ളത് കൊണ്ടേ സയൻസുകാരോട് YIP കൂടെ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. YIP ഇല്ല. അങ്ങനെയാണെങ്കിൽ കെമിസ്ട്രിയിൽ ഒരു ലളിതമായ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷണം. ലളിതമായ ഒരു പരീക്ഷണം നമുക്ക് കൊടുക്കാവുന്നതാണ്. വേറെ അത് മടുത്ത്. പിന്നെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് വിനാഗിരിയും നമ്മള് അൽക്കാരം കൂടി ചേർത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്ന പ്രവർത്തനം അത് കാണിച്ചു കൊടുക്കാവുന്നതാണ്. നോക്കി വെച്ചേക്കണേ ടീച്ചറെ. പെട്ടെന്ന് ഈ നമുക്ക് മാജിക് പോലൊക്കെ കെമിസ്ട്രി ഉപയോഗിച്ച് നമുക്ക് ഒരു മാജിക് ഷോ ഒക്കെ നടത്തിക്കൂടെ? കുട്ടികൾക്ക് അയ്യോ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചേ, നിറമുള്ള വസ്തുവിന്റെ നിറം ഇല്ലാതാവുന്നു അല്ലെ, നിറം ഇല്ലാത്തതിന് നിറം, വെള്ളത്തിന്റെ നിറം മാറുന്നു. അപ്പൊ വെള്ളമാണെന്നല്ലേ തോന്നുന്നു ഈ വിനാഗിരിയും ചില ആസിഡ്സും ഒക്കെ. നാരങ്ങ നീര് വരുമ്പോ അല്ലെ. അപ്പൊ കെമിസ്ട്രി പഠിക്കണം, അയ്യോ ഇതൊക്കെ പഠിച്ചാൽ എനിക്ക് സ്റ്റാർ ആവാൻ പറ്റുമെന്നൊരു തോന്നൽ വരുമ്പോഴേ കുഞ്ഞുങ്ങൾ ആ വിഷയത്തിനോട് കൂടുതൽ അടുക്കും അല്ലേ. എന്നൊക്കെ പഠിപ്പിക്കാൻ ആളുണ്ടായിരുന്ന ഞാനൊക്കെ ആരായെന്നറിയോ. അങ്ങനെ. ഓക്കെ ടീച്ചറെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ. അടുത്ത് ഒരാൾ ആരോ നിന്ന് ശല്യം ചെയ്യുന്നുണ്ടല്ലേ. വാവാ അയച്ചോടാ. എത്ര വയസ്സായി? ഹായ് ബേബി. ഹായ് ബേബി. ഹായ്, പേരെന്താ? ഇവാൻ. മിടുക്കനാട്ടോ, ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കണേ. അമ്മ പഠിക്കട്ടെ. ഓക്കെ ഓക്കെ ശരി ശരി ടീച്ചറെ. എടാ YIP കുറിച്ച് അറിയാവുന്നവർ ഇപ്പൊ തന്നെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരാന്ന് വെച്ചാ പറഞ്ഞോ. ഞാനിതിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനും അത് ഓർക്കുന്നത്. ആരാ? പറ. പോയി നോക്കിയെന്നൊക്കെ എനിക്കറിയാം. ആവശ്യമുള്ളവർ പോയി നോക്കിയിട്ടുണ്ട് എന്താണ് YIP. നോക്കിയില്ല? യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം. നോക്കിയാ? ആണോ? യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം ആണ്, ഞാൻ സ്കൂളിൽ ചെയ്തിട്ടതാണ്. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ആണ് കേട്ടോ. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ KDISC ആണ് ഇത് നടപ്പിലാക്കുന്നത്. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഹൈസ്കൂളിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഇതിന്റെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗം ആയായിരുന്നു ചെറുതായിട്ട്. അതുകൊണ്ട് അത് പെട്ടെന്ന് ഓർമ്മ വന്നു. അതായത് ലിറ്റിൽ കൈറ്റ്സിന്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെയാണ് ഇത് നടപ്പിലാക്കിയതെന്ന്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നമ്മള് പിന്നെ ലിറ്റിൽ കൈറ്റ്സിന്റെ ഭാഗമായിട്ടല്ല, ആ ചുമതലയുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ ആ ഒരു അവസരം കിട്ടിയതാണ്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കുറച്ച് സ്ലൈഡ് പ്രസന്റേഷനിലൂടെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഇന്നോവേഷൻസ് നടത്താൻ കുട്ടികൾക്ക് ഒരു അവസരം ഗവൺമെന്റ് കൊടുക്കുകയാണ്. അവർക്ക് അവരുടേതായ രീതിയിൽ ഇന്നോവേഷൻ എന്നാൽ എന്ത് എന്ന് തുടങ്ങി ഏതൊക്കെ ദിശയിലേക്ക് ചിന്തിക്കാം എന്നൊക്കെ രീതിയിലുള്ള ഒരു ക്ലാസ് കുട്ടികൾക്ക് കൊടുത്ത ശേഷം, അതായത് ഇന്നോവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കിയെടുക്കുന്നത് മാത്രമല്ല, ഉള്ളതിനെ നിങ്ങളുടേതായ രീതിയിൽ മോഡിഫൈ ചെയ്ത് എടുക്കുക എന്നുള്ളതും കൂടിയായ ആശയം കുട്ടികളിലേക്ക് കൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അവതരിപ്പിക്കാനുള്ള അവസരമാണ്. അവരുടെ ഐഡിയ ടീച്ചറിലേക്ക് എത്തിക്കുക. പിന്നീട് അത്
നല്ലതാണ് എങ്കിൽ അത് തിരഞ്ഞെടുത്ത് ഡെവലപ്പ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ. എന്തോ ഞങ്ങളുടെ പിള്ളേര് അതിനകത്തേക്ക് വലിയ താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് ബാക്കി ഫർദർ ആക്ടിവിറ്റീസിനെ കുറിച്ച് എനിക്ക് അറിയാൻ വയ്യ. അപ്പൊ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് ഓരോ ഘട്ടങ്ങളിലാക്കി എത്തിക്കുന്നതാണ്. അപ്പോൾ സയൻസും ടെക്നോളജിയും ഒക്കെ പഠിക്കുന്ന അധ്യാപകർ ഇതുകൂടി ഒന്ന് നോക്കി വെക്കുക. ഞാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതേക്കുറിച്ചൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എത്തിക്കാനായിട്ട് നോക്കാം കേട്ടോ. നമുക്ക് ഷോർട്സ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കാം. വിവിധ ടീച്ചറെ പറഞ്ഞോളൂ. ടീച്ചർ അതെ ഈ ഒരു പ്രോഗ്രാം എത്ര പ്ലസ് വൺ ഒക്കെ അങ്ങനെ വലിയ കോളേജ് തലം വരെ ഉണ്ട്, സ്കൂൾ തൊട്ട് കോളേജ് തലം വരെ ഉണ്ട്. എന്തായാലും ഹൈസ്കൂളിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ആ വീഡിയോസ് കാണിക്കുമ്പോൾ തന്നെ കോളേജ് ലെവലിലെ എഞ്ചിനീയറിങ്ങിനൊക്കെ കുട്ടികള് ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് ഒരു മോട്ടിവേഷൻ രീതിയിൽ അതിന്റെ റിസൾട്ട് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. യങ് ഇന്നോവേഷൻ പ്രോഗ്രാം അവരൊരു ഫണ്ടും കൂടി അനുവദിക്കുന്നുണ്ട് ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട്. നമ്മൾ സ്റ്റൈഫൻഡ് കൊടുക്കുമല്ലോ, ആ രീതിയിൽ ഫണ്ടും കൂടി കുട്ടികൾക്ക് കിട്ടുമായിരുന്നു. അപ്പം ഇതിന് നല്ലൊരു പ്രോജക്റ്റ്, ഒരു ഐഡിയ ആണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനുള്ള ബാക്ക് സപ്പോർട്ടും കൂടി കിട്ടുന്നുണ്ട്, വിദഗ്ധരുടെ ഹെൽപ്പ് കിട്ടുന്നുണ്ട്. ആ രീതിയിലാണ്. ഒരു ഐഡിയ മതി പിള്ളേർക്ക്. ഇപ്പൊ സാങ്കേതിക സ്കൂളിൽ ഇതുപോലെ ചോദ്യത്തിൽ കണ്ടിരുന്നു. എന്തോടാ ഫോക്കസ് സ്കൂൾ അല്ലെ? ഫോക്കസ് സ്കൂൾ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ അതിനെക്കുറിച്ച് കൂടുതൽ നോക്കണം എങ്കിൽ നിങ്ങളുടെ ഐഡിയയിലേക്ക് ഈ എന്താണ് ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ചില സ്കൂളുകൾ, അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു പോവുക, ഭൗതിക സാഹചര്യം മെച്ചം ഇല്ലാതെ നാശാവസ്ഥയിലേക്ക് പോകുന്ന സ്കൂളുകളെ ചിലതിനെ നമ്മൾ ഏറ്റെടുത്ത് ഗവൺമെന്റ് ഒക്കെ ഏറ്റെടുത്ത് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുവരുമല്ലോ. ഭൗതിക സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവരും. അത്തരം സ്കൂളുകളാണ്. അതിന്റെ കൂടെ നമുക്ക് ചെയ്യാം. വിവിധ ടീച്ചർ എന്നോട് എനിക്കൊന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കണേ ഈ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ ടീച്ചറെ ഇപ്പൊ SSKക്ക് ഇപ്പൊ ഫണ്ട് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഇപ്പൊ നമ്മളോട് എന്തെങ്കിലും നമ്മൾ എന്ത് നിലപാടിൽ അത് പറയുന്നത്? ടീച്ചറിന് ശരിയെന്ന് തോന്നുന്നു പറയണം, ഇത്രേ ഉള്ളൂ. അതല്ല അപ്പൊ പറഞ്ഞു വരുമ്പോ ഒരു രാഷ്ട്രീയ നിലപാട് വരുമോ എന്നുള്ളൊരു. ഇല്ല, ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ സംഭാവനയല്ലേ വരണ്ടേ, അതുണ്ട്. ഒരു പ്രശ്നത്തിന്റെ പേരിലാണല്ലോ അത് തടഞ്ഞു നിൽക്കുന്നത്. അല്ല, നമ്മൾ നിൽക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ സ്വാധീനമുള്ള, അവരോട് താല്പര്യമുള്ള ആളുകളായിരിക്കും ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ അതിനനുകൂലിച്ച് പറഞ്ഞു, അതായത് ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് വിദ്യാഭ്യാസത്തെ അനുകൂലിച്ച് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പൊ പറയാൻ പാടും, നമ്മള് എതിർത്ത് പറയാൻ പാടും. അപ്പൊ സാഹചര്യത്തില് എതിർക്കേണ്ടി വന്ന എതിർക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നന്ന് എന്ന രീതിയിൽ അഭിപ്രായമായിട്ട് പറയാം. ടീച്ചറുടെ അഭിപ്രായം എന്താന്ന് ചോദിക്കുമ്പോ മനസ്സിലുള്ള നെഗറ്റീവ് ആണ്. അല്ല, അതാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. അത് നമ്മൾ ഇങ്ങനെ പൊതുവായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാ പറയുന്നേ, അതുകൊണ്ട് അത് ആലോചിച്ച് പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ അഭിപ്രായം ഇനി അത് രാഷ്ട്രീയത്തിനെതിരാണെങ്കിൽ പോലും നമുക്കത് പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് അവിടെ നോക്കുന്നത്. നമ്മൾ എന്താ ശരിയാവത്തെ, മുഖ്യമന്ത്രിക്ക് എന്താ പണി, വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്താ പണി എന്നുള്ള രീതിയിൽ സംസാരിക്കാതെ ചില കാര്യങ്ങളിൽ നമ്മൾ കൂടി വിട്ടുവീഴ്ച ചെയ്താൽ, ഇപ്പൊ നമുക്ക് അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നന്നായേനെ എന്നൊരു തോന്നൽ എനിക്കുണ്ട് എന്നത് വേണമെങ്കിലും പറയാം. പ്രസന്റ് ചെയ്യുന്ന രീതി ആരെയും ഖണ്ഡിക്കാതെ, ആരെയും ഓവറായിട്ട് നമ്മൾ അടിച്ചൊന്നും പറയാതെ, എന്നാൽ ചിന്തിപ്പിക്കുന്ന തരത്തിൽ, അധ്യാപകർ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. ചിന്തിപ്പിക്കണം, അത്തരത്തില് നമുക്ക് സംസാരിക്കാം. അപ്പോഴേ ഇന്നത്തേത് ഞാനിവിടെ നിർത്തിക്കോട്ടെ. ഇതിനകത്ത് അവസരം കിട്ടാത്തവരുണ്ട്, എനിക്കറിയാം. അത് അവസരം കിട്ടാത്തവര്, ഞാൻ പറഞ്ഞതാ, എണീറ്റ് ചാടി മറുപടി പറയാന്നൊക്കെ പറഞ്ഞപ്പോ ആരും വേണ്ടിയില്ല. ഹൃദയ ടീച്ചറൊക്കെ ഇരിപ്പുണ്ട്, നിൻ ടീച്ചർ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. കുട്ടികളുടെ ഐക്യു കൂട്ടാനായിട്ട് നടത്താൻ പറ്റിയ ഇൻഡോർ ഗെയിംസ് ഏതാണെന്നൊരു ചോദ്യം ചോദിച്ചു. അതൊന്ന് പറഞ്ഞു തരാമോ? ഐക്യു കൂട്ടാൻ എന്ന് വെച്ചാൽ എനിക്ക് കൂട്ടാനോ ആവോ അതെനിക്കറിയില്ല. പക്ഷെ ഇൻഡോർ ഗെയിംസ് ഐക്യു ലെവൽ എന്താണ് പ്രാക്ടീസ് എന്നുള്ള നിലയിൽ അല്ലേ ഐക്യു. എറണാകുളം ജില്ലയിൽ ഇങ്ങനെയാണ് ഐക്യു കൂട്ടാനായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഇൻഡോർ ഗെയിംസ് എന്തൊക്കെയാണ്? ചെസ് പോലെ ആയിരിക്കില്ലേ ഉദ്ദേശിച്ചത്?
ഇൻഡോർ ആണ്. അറിയില്ല. അല്ല, അങ്ങനെ തന്നെയല്ലേ വരാൻ സാധ്യതയുള്ളൂ. പിന്നെ ബ്രെയിൻ സ്റ്റോമിങ് പോലുള്ള പരിപാടികൾ നമുക്ക് കൊടുക്കാം. എന്തെങ്കിലും ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുത്തിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാൻ ഉള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കാം. അതുപോലെ ഗെയിമായിട്ട്, ഇൻഡോർ ഗെയിമായിട്ട് നമുക്ക് ചെസ് കൊടുക്കാം. പിന്നെ ഈ നമ്മള് നെറ്റിനകത്ത് തന്നെ കണ്ടിട്ടുണ്ടല്ലോ, പിക്ചേഴ്സ് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് കണ്ടെത്താനൊക്കെ ഉള്ള ആക്ടിവിറ്റീസ്. ഇത്ര എണ്ണം കണ്ടെത്തുമ്പോൾ ഇത്ര ലെവൽ അയക്കും എന്നൊക്കെ ഉള്ളതിന്റെ പിന്നിലെ സയന്റിഫിക് അറിയില്ല. ആ ഒരു ലെവലിൽ നമുക്ക് കൊടുക്കാം. പിന്നെ കൂടുതൽ നമുക്ക് സൈക്കോളജിക്കലി ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നമുക്കൊന്ന് സെർച്ച് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. നോക്കാം. ഓക്കെ, ശരി. പിന്നെ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആണ്. അതനുസരിച്ച് നമുക്ക് ആക്ടിവിറ്റീസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് നല്ലതാണ്. നമുക്കത് നോക്കാം ടീച്ചറെ. ഇനി ഇരിക്കാൻ അധികം സമയമില്ലാത്തത് കൊണ്ട് ഇവിടെ നിർത്തുകയാണേ. ഓക്കെ, പറഞ്ഞോ ടീച്ചറെ. ശരി ശരി. ശരി ടീച്ചറെ, ശരി. ഓക്കെ. സുഖാണ് സുഖാണ്. ശരി ടീച്ചറെ. കൈ ഇരിക്കട്ടെ.